ഈ വിഷ്ണുവിൻ്റെയും നിതീഷിൻ്റെയും പേര് അവർ മാറ്റി പറഞ്ഞാണ് കട്ടപ്പനയിൽ വാടക വീടെടുത്തത് എന്ന് ഈ വാടക വീടിൻ്റെ ഉടമ റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു അജിത്ത് എന്ന പേരിലും നിതീഷ് ആദ്യം ശ്രീഹരി എന്നും പിന്നീട് പ്രണവെന്നും പരിചയപ്പെടുത്തിയാണ് വീടെടുത്തത്. ഈ വീട്ടിൽ അമ്മയും പെങ്ങളും ഉള്ള വിവരം അറിയിച്ചിരുന്നതുമില്ല എന്ന് വീട്ടുടമ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. കറക്റ്റ് എന്നായിരുന്നു മേഡം ഇവര് വന്ന് ഈ വാടക ചീട്ട് എഴുതി ഇത് മേടിക്കുന്നത്? അത് ജൂൺ 23, 2023. 2023. എനിക്ക് കൊണ്ടുവന്ന ആളുകളെ 10-17 വർഷമായിട്ട് പരിചയമുണ്ട്. എന്നിട്ട് അവര് പാർട്ടിയെ കൊണ്ട് കട്ടപ്പന വന്നു. അല്ലാതെ എനിക്ക് ഇവരെ യാതൊരുവിധ പരിചയവുമില്ല. അവന്റെ അമ്മ ചെന്നൈയിലാണോ പൂനെയിലാണോ പെങ്ങടെ കൂടെ, പെങ്ങൾക്ക് അവിടെ ബാങ്കിൽ ജോലിയാ, അവിടെ നിൽക്കുക. അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പൊ മറ്റേ ഈ പൂജാരി എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല. ഇവര് അപ്പനും മോനും മാത്രമേ വന്നുള്ളൂ. ഒരുപക്ഷെ ഞാൻ അവിടെ ചെല്ലാതിരിക്കാനായിരിക്കാം വാടക ഇവിടെ കൊണ്ടുതരുന്നത്. അപ്പൊ ഞാൻ ഈ ചേട്ടനെ, മരിച്ചെന്ന് പറയുന്ന ചേട്ടനെ, ഈ പൂജാരി എന്ന് പറഞ്ഞ ആളെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു അത് ആരാന്ന് ചോദിച്ചു. പറഞ്ഞു അപ്പന്റെ പെങ്ങടെ മകനോ ആ ചേട്ടനോ അങ്ങനെ എന്തോ ഒരു ബന്ധമാ പറഞ്ഞ, കസിനാന്നാ പറഞ്ഞത്. ഇടയ്ക്ക് ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും വിഷ്ണുവിന്റെ ഭക്ഷണം എങ്ങനെയാ, അപ്പൊ വിഷ്ണു ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? വിഷ്ണു എന്നല്ല എന്നോട് അവൻ പേര് പറഞ്ഞ, അജിത്ത് എന്നാ പറഞ്ഞത്. ഇയാൾ എന്നോട് പറഞ്ഞത് ആദ്യം വന്ന് ശ്രീകരിന്ന്, പിന്നെ പറഞ്ഞത് പ്രണവെന്നാ പേര്. ഞങ്ങൾ അവിടെ കാപ്പിക്കുരു പറിക്കാനും തേങ്ങ ഇടാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അവിടെ ആരെയും കണ്ടിട്ടില്ല. കർട്ടൻ ഇട്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കും. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിഷ്ണുവിൻ്റെ നിതീഷിൻ്റെയും. അച്ഛനെ കൊന്ന 2016 മുതൽ ഇങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ കഥയാണ് ഇനി പുറത്തു വരേണ്ടത്. ഒടുവിൽ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ്.